കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, കൊല്ലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടം എങ്ങനെയാണ്? കൊട്ടിക്കലാശത്തിലെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? കൊല്ലം കോർപ്പറേഷന്റെ ഒരുപക്ഷെ ഒരു അതിർത്തിയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആക്കോലിൽ എന്ന് പറയുന്ന ഡിവിഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും കൊട്ടിക്കലാശത്തിന് തൊട്ട് മുൻപ് സ്ഥാനാർത്ഥികളെല്ലാം വീടുകൾ തോറി കയറിയിറങ്ങുകയാണ്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അസൈൻ പള്ളിമുക്ക് വലിയ രീതിയിൽ, അതായത് സുനാമി ഫ്ളാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ അവസാന നിമിഷവുമുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്, അല്ലേ? അതെ, കഴിഞ്ഞ 22 ദിവസമായുള്ള പ്രചരണത്തിന്റെ ഇന്ന് അവസാന ദിവസമാണ്. കൊട്ടിക്കലാശം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ ഈ സുനാമി ഫ്ളാറ്റിൽ തുടങ്ങിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് അവർകളാണ് ഇതിന് വരുന്നത്. ഇവിടെ റാലിയിൽ ഫുള്ളുണ്ട്. അപ്പോൾ ഏറെ പ്രിയപ്പെട്ട DCC ജനറൽ സെക്രട്ടറി അൻസർ അസീസ് അടക്കമുള്ള നേതാക്കൾ നമ്മളോടൊപ്പം ഭവന സന്ദർശനത്തിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. എന്താണ് പ്രതീക്ഷ? ഇവിടെ കഴിഞ്ഞ 20 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. ഈ ഡിവിഷനിൽ കുടിവെള്ളം പോലും ഇല്ല. ഈ ഡിവിഷനിലെ സുനാമി ഫ്ളാറ്റുകൾ 430 കുടുംബങ്ങൾ വസിക്കുന്ന സുനാമി ഫ്ളാറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായി. സെപ്റ്റി ടാങ്കുകൾ പൊട്ടിയൊലിക്കുന്നു. തൊട്ടടുത്തുള്ള ഏലാവയിലും കൊല്ലംതോട് കായലിൽ നിന്നും വെള്ളം കയറി മഴക്കാലത്ത് സുനാമി ഫ്ളാറ്റുകൾ ദുരിതത്തിലാകുന്നു. വയല് പ്രദേശം വെള്ളക്കെട്ട് കാരണം ഓരോ ദിവസവും ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്ക് അഭയം പ്രാപിക്കുന്ന അവസ്ഥയാണ്. ദുരിതപൂർണമായ കൊല്ലം കോർപ്പറേഷനിലെ 56 ഡിവിഷനിലെ ഏറ്റവും ദുരിതമായ ഡിവിഷനാണ് ആക്കോലിൽ. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ പരസ്യ പ്രചാരണത്തിനുള്ളൂ. ഈ അവസാന നിമിഷം കിട്ടുന്ന ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇന്നലെ തന്നെ സ്വീകരണ പരിപാടിയുമായി ഇവിടെ എത്തിയപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ആളുകളും BJPയിൽ നിന്നും CPMൽ നിന്നും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ആക്കോൽ ഡിവിഷനിലെ മുഴുവൻ ആളുകളും എന്നെ സ്വീകരിക്കുന്ന വലിയ സന്തോഷകരമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അസൈൻ ഇത്തവണ ജയിച്ചു കയറുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി 3 ആഴ്ചയ്ക്ക് മുമ്പ് ആക്കോല ഡിവിഷനിൽ വരികയും ഞങ്ങളെ പാർട്ടിയുടെ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങളെ ഏറ്റെടുത്ത് ജനങ്ങളുടെ കയ്യിലാണ് അസൈൻ. 100% ആക്കോല ഡിവിഷനിൽ രാഷ്ട്രീയ പാർട്ടി അല്ല, അസൈൻ ജയിച്ചിരിക്കും. DCC ജനറൽ സെക്രട്ടറി ഒക്കെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു? അസൈൻ യുവത്വത്തിന്റെ ഒരു പ്രതീകമാണല്ലോ. കൊല്ലം കോർപ്പറേഷനിൽ ഒരു യുവത്വം നിലനിൽക്കുവാൻ അസൈൻ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. എന്തായാലും സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് LDFന്റെ ആണ്. പക്ഷേ വലിയ രീതിയിൽ ഒരു പ്രചരണം MP തന്നെ ആ ഒരു കൊട്ടിക്കലാശത്തിന് നേരിട്ട് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉൾപ്പെടെയുണ്ട്. വിജയപ്രതീക്ഷ തന്നെയാണ് അസൈനും പങ്കുവയ്ക്കുന്നത്. ശരി ലിജോ, ഏതായാലും കൊട്ടിക്കലാശത്തിന് ഒരുങ്ങുകയാണ് പാർട്ടിയും മുന്നണികളും. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ അവസാന ഘട്ടത്തിൽ ഓരോ വോട്ടും നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്.